കഴിഞ്ഞ 3 വർഷമായി കലാപബാധിത പ്രദേശമായി ഇന്ത്യയുടെ തന്നെ വേദനയായി മാറിയിരിക്കുന്ന മണിപ്പൂരിൽ ഇന്ന് ഭീകരമായൊരു ദുരന്തത്തിൽ 3 പാസ്റ്റർമാർ കൊല്ലപ്പെട്ടിരിക്കുന്നു. സഭയുടെ ഒരു കോൺഫറൻസിൽ പങ്കെടുത്ത് മടങ്ങിയ താവു ബാപ്റ്റിസ്റ്റ് അസോസിയേഷൻ നേതാക്കളാണ് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. മണിപ്പൂരിലെ കാങ്പോക്പി ജില്ലയിലാണ് സംഭവം. ഇന്ന് മെയ് 13 ഉച്ചയോടെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. ചുരാചന്ദ്പൂരിലെ കോൺഫറൻസ് കഴിഞ്ഞ് 2 വാഹനങ്ങളിലായി മടങ്ങിയ റവറൻഡ് ഡോക്ടർ വുംതാങ് സിറ്റ്ലുവും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുമാണ് അക്രമികളുടെ തോക്കിന് ഇരയായി മാറിയത്. പതിയിരുന്ന് അക്രമികൾ ഈ വാഹനത്തിലേക്ക് വെടിയുതിർക്കുകയായിരുന്നു. സഭാ നേതാക്കളായ റവറൻഡ് വി സിറ്റ്ലു, ഇദ്ദേഹം മണിപ്പൂരിലെ മുൻ ബാപ്റ്റിസ്റ്റ് കൺവെൻഷന്റെ ജനറൽ സെക്രട്ടറി കൂടെയാണ്. റവറൻഡ് വി കൈഗൗലൂൻ, പാസ്റ്റർ പാവു ഗൗലൻ എന്നിവരാണ് സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടത്. ഇവരോടൊപ്പം ഉണ്ടായിരുന്ന 5ഓളം പേർ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. മരിച്ച റവറൻഡ് വി സിറ്റ്ലു വെറും ഒരു സഭാ നേതാവ് മാത്രമായിരുന്നില്ല. മണിപ്പൂരിലെ വിവിധ ഗോത്ര വർഗക്കാർക്കിടയിൽ കലാപബാധിത പ്രദേശങ്ങളിൽ സമാധാനം കൊണ്ടുവരുവാൻ നിരന്തരമായ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയായിരുന്നു അദ്ദേഹം പങ്കെടുത്ത ധാരാളം സമാധാന ശ്രമങ്ങൾ ഈ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ മണിപ്പൂരിന്റെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാക്കുവാൻ വേണ്ടിയുള്ള നിരന്തര പരിശ്രമങ്ങളുടെ നേർക്കാഴ്ചകളായി നിലനിൽക്കുന്നു. 2023 മെയ് മാസം മുതൽ മണിപ്പൂർ ഒരു കത്തുന്ന അഗ്നിപർവ്വതമാണ്. ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ കേവലം രാഷ്ട്രീയത്തിനപ്പുറത്ത്, മതത്തിനപ്പുറത്ത് അത് ആ ജനതയുടെ മുഴുവൻ ഒരു വേദനയായി മാറിയിരിക്കുന്നു. ജനജീവിതം മുഴുവൻ തകർന്നിരിക്കുന്നു. 100 കണക്കിന് ക്രൈസ്തവ ദേവാലയങ്ങൾ അഗ്നിക്കിരയാക്കപ്പെട്ടു. ധാരാളം ആളുകൾ കൊല്ലപ്പെട്ടു. 60,000-ലധികം ആളുകൾ ഇപ്പോഴും അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയേണ്ടി വരുന്നു. ഈ സംഘർഷത്തിനിടയിൽ സഭാ നേതാക്കൾ ആക്രമിക്കപ്പെടുന്നത് സാധാരണഗതിയിൽ സംഭവിക്കുന്ന കാര്യമല്ല. എന്നാൽ ഇപ്പോൾ അതും ഉണ്ടായിരിക്കുന്നു. തെറ്റിദ്ധാരണകൾ മൂലവും പക മൂലവും നിരപരാധികൾ ക്രൂരമായി കൊല ചെയ്യപ്പെടുമ്പോഴും ഗവൺമെന്റ്, കേന്ദ്ര സർക്കാർ ഒരു നോക്കുകുത്തിയായി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രതിഷേധാർഹമായ കാര്യം. ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യ ഈ സംഭവത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തി. ദൈവവേല കഴിഞ്ഞ് മടങ്ങുന്ന നിരായുധരായ ദൈവദാസന്മാർ, ബൈബിളും എടുത്തുകൊണ്ട് നടക്കുന്ന ദൈവദാസന്മാർ കൊല ചെയ്യപ്പെട്ടത് അത്യന്തം വേദനാജനകമാണ്. റവറൻഡ് വിജേഷ് ലാൽ പറഞ്ഞു. സമാധാനത്തിനായുള്ള ഓരോ നീക്കങ്ങളെയും ഇത്തരം അക്രമങ്ങൾ പിന്നോട്ടടിക്കുകയാണെന്നും സഭാ നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നു. മണിപ്പൂർ നമുക്കറിയാം, 3 വർഷമായി ആ പേര് നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു നൊമ്പരമാണ്. കുന്നുകളിൽ നിന്നുയരുന്നത് പുകയല്ല, മറിച്ച് അവിടെയുള്ള നമ്മുടെ സഹോദരങ്ങളുടെ നിശബ്ദമായ കരച്ചിലാണ്. പ്രത്യാശയുടെ കവാടങ്ങൾ ഓരോന്നായി അടയുമ്പോൾ സമാധാനത്തിനായി പ്രാർത്ഥിച്ചവർ ഇന്ന് രക്തസാക്ഷികളായി മാറിയിരിക്കുന്നു. ഈ കൊലപാതകം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് മനസ്സിലാക്കുക. 2023 മെയ് മാസത്തിൽ തുടങ്ങിയ ആ വംശീയ കലാപം ഇന്നും അവസാനിപ്പിച്ചിട്ടില്ല. അവസാനിപ്പിക്കുവാൻ ഗവൺമെന്റ് സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടില്ല. മണിപ്പൂരിലെ തെരുവുകളിൽ ഇന്നും രക്തം കട്ട പിടിച്ചു കിടക്കുന്നു. 300-ലധികം പള്ളികളാണ് ഈ കാലയളവിൽ തകർക്കപ്പെട്ടതെന്ന് ഓർക്കുക. സ്വന്തം വീടും മണ്ണും നഷ്ടപ്പെട്ട് 60,000-ലധികം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ദുരിതപൂർണമായ ജീവിതം നയിക്കുന്ന കാഴ്ചയാണ് മണിപ്പൂരിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ക്രിസ്തീയ ലോകം ഒന്നടങ്കം ഇന്ന് മണിപ്പൂരിലെ സഭകൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. ഭയത്തിന്റെ നിഴലിൽ കഴിയുന്ന വിശ്വാസികൾക്ക് വേണ്ടി, ദൈവത്തിന്റെ ജനത്തിനു വേണ്ടി, അവർക്കൊരു സംരക്ഷണം ഉണ്ടാകേണ്ടതിനു വേണ്ടി നമുക്കും ആ പ്രാർത്ഥനയിൽ അണിചേരാം.